ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടമാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു സോയ 65 ആണ്. നമുക്ക് ഏത് സമയത്തും എന്തിനോടൊപ്പം അതുപോലെ തന്നെ നല്ലൊരു സ്നാക്കായിട്ടൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ സോയ ചങ്ക്സ് വേവിച്ചെടുക്കാനോ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ വെള്ളം എല്ലാം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അളവിൽ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. തീരെ പൊടിയായിട്ടുള്ള സോയ ചങ്ക്സ് എടുക്കേണ്ട, അതുപോലെ തന്നെ ഒരുപാട് വലിയ പീസും എടുക്കേണ്ട, ഒരു മീഡിയം സൈസിലുള്ള സോയ ചങ്ക്സാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. സോയ ചങ്ക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് വെന്ത് കിട്ടും. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് സോയ ചങ്ക്സ് വെള്ളത്തിലിട്ട് കുതിർക്കേണ്ടതെന്ന്. ഇതുപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റോളമായിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമേ പിടിക്കുള്ളൂ, കാരണം പിന്നീട് നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് ഇത് കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റോളമായിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കംപ്ലീറ്റ് വെള്ളം ഇതിലേക്ക് പച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലെ കംപ്ലീറ്റ് വെള്ളം മാറ്റണം. അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. കാരണം ഓരോ സോയ ചങ്ക്സിലും നല്ലതുപോലെ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽപ്പുണ്ടാവും. ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞ് നമ്മൾ എടുക്കണം. ഞാനിപ്പോൾ ഇതിലെ കംപ്ലീറ്റ് വെള്ളവും നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ മതിയാവും. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിക്ക് പകരം നമ്മുടെ കയ്യിൽ ചിക്കൻ മസാലയോ അതുപോലെ തന്നെ ബീഫ് മസാല, അങ്ങനെ മട്ടൺ മസാലയൊക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ ആ ഒരു മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗരം മസാല നമുക്ക് സ്കിപ്പ് ചെയ്യാം, അത് ചേർക്കരുത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ നിറയെ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി. ഇതുപോലെ ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കുന്നത്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മൈദ മാവാണ്. കോൺഫ്ലോർ നമ്മൾ ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 സ്പൂൺ അളവിൽ മൈദ മാവും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് മൈദ മാവ് തന്നെ കംപ്ലീറ്റും ചേർക്കാവുന്നതാണ്. 3 സ്പൂൺ അളവിൽ മൈദ മാവ് ചേർക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് കോൺഫ്ലോറോ മൈദ മാവോ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം മാത്രം വെള്ളം ഇതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കാനായിട്ട് പിന്നീട് നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും ഇതിങ്ങനെ വെച്ചിരിക്കണം. അത്രയും സമയം കൊണ്ട് ഇതിലേക്ക് നമ്മുടെ ഈ സോയ ചങ്ക്സിലേക്ക് നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് കിട്ടും. എന്നാൽ ശരി, 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഈ ഒരു സമയം നമ്മൾ ടേസ്റ്റ് നോക്കിയേക്കണം ഉപ്പൊക്കെ കറക്റ്റിനുണ്ടോ എന്ന്. അപ്പോൾ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തേക്കണം. ഇപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് തന്നെയാണ്. എന്നാൽ ശരി, ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് തുടങ്ങാം.
നമ്മുടെ ഈ സോയ ചങ്ക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാനും ആവശ്യമായിട്ടുള്ള എണ്ണ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 15 മിനിറ്റോളമായിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ സോയ ചങ്ക്സും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വയ്ക്കാവുന്നതാണ്. നമ്മുടെ ഈ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കരുത്. അതായത് ഇതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് നമ്മളിത് എടുക്കുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് ഒരുപാട് സമയമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പാടില്ല. എത്രത്തോളം ഡീപ്പ് ഫ്രൈ ആകുന്നു അതിനനുസരിച്ചിട്ട് നമ്മുടെ സോയ ചങ്ക്സ് ഹാർഡായി പോകും. അതിൻ്റെ പേരിലാണ്. അപ്പോഴേക്കും ഇതിൻ്റെ ഈ പുറത്തുള്ള ചില എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഈ സൗണ്ട് അങ്ങ് മാറി അതുപോലെ തന്നെ എണ്ണയൊക്കെ ഒന്ന് ഈ സൗണ്ട് ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വരുന്ന നിൽക്കുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ ഫസ്റ്റിൽ ഇത് വേവിച്ചെടുക്കാൻ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇരുന്നാലും നമ്മൾ പിന്നീട് ഉപ്പ് ചേർത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ ഉപ്പൊക്കെ ഇറങ്ങി പോകും. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരിലാണ് പിന്നീട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കേട്ടോ. ഇതിലെ മസാലകളൊന്നും എണ്ണയിലേക്ക് അങ്ങനെ ഇളകി പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ആ ഒരു രീതിക്കാണ് നമ്മുടെ ഈ സോയ ചങ്ക്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ ആ ചിലിജിലാന്നുള്ള സൗണ്ടൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ നമ്മുടെ ഈ സോയ ചങ്ക്സ് എല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരല്പം കറിവേപ്പിലയും കൂടി. കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇതുപോലെ തന്നെ ഒരു ബാച്ച് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഈ ഒരു അളവിൽ തന്നെ അതുകൂടി ഒന്ന് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ചും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പിലയും അതുപോലെ തന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളകും കൂടി ചേർക്കുകയാണ്. ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ 65 ആയിരിക്കും. ഇന്ന് ഇതിൻ്റെ കൂടെ ഇനി സൈഡായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടൊമാറ്റോ സോസ് എടുക്കാം. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വൈകുന്നേരത്തെ ചായക്കൊപ്പമോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എപ്പോൾ വേണമെങ്കിലും ഇതുപോലൊരു സോയ 65 തയ്യാറാക്കി നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആരും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.